വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠന പരമ്പരയിലേക്ക്, ദൈവവചന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മളുടെ പുസ്തകങ്ങൾ 2 പുസ്തകങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ വളരെ സാവധാനത്തിൽ ആഴമായിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് വായിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇരുന്ന് ധ്യാനിക്കാനുള്ള പുസ്തകമാണിതൊക്കെ. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചു പോകുന്ന പുസ്തകങ്ങളാകരുത്. ഈ വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ വചനത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ കർത്താവിനോടൊപ്പം ഒത്തിരി സ്നേഹത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു വലിയ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുന്ന കാര്യം കൂടി ആമുഖത്തിലൊന്ന് സൂചിപ്പിച്ചോട്ടെ. നമ്മളിനി കാണാൻ പോകുന്ന പുസ്തകം ശമൂവേലിൻ്റെ പുസ്തകമാണ്. ഞാൻ ശമൂവേൽ എന്ന് പറയുന്നത് മലയാളത്തിൽ സാമുവേൽ എന്ന് പറയും, എന്നാൽ ഹെബ്രായ ഭാഷയിലാണ് ശമൂവേൽ. എനിക്കാണ് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വാക്കായതുകൊണ്ടും പിന്നെ മലങ്കര സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഒക്കെ ശമൂവേൽ എന്നാണ് പറയുന്നത് കൊണ്ടുമാണ് ഞാനത് ഉപയോഗിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ റൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടു. ആ റൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് അത് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു വേറൊരു സെക്ഷനായിട്ട് വരുന്ന ഭാഗമാണ്. ഇത് ചരിത്ര പുസ്തകത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും റൂത്തിൻ്റെ ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞാൽ അതൊരു എത്തിയോളജിക്കൽ സ്റ്റോറിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ആ പുള്ളി ജനിച്ചത്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ വ്യക്തിയുടെ ജനനത്തിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. റൂത്ത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലിയിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് റൂത്ത്. മൊവാബ്യ ദേശത്തുള്ള റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയുമായിട്ട് ജീവിക്കുന്നതും, അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് മരിച്ചു പോയതും. 2 പേരുണ്ടായിരുന്നു, റൂത്തും ഓർഫായും റൂത്തും. 2 മക്കള്, മരുമക്കള്. 2 ആമക്കളുണ്ടായിരുന്നു. ആ മക്കൾ നവോമിക്ക് 2 ആമക്കളുണ്ടായിരുന്നു. ആ മക്കൾ മരിച്ചുപോയി. അവരുടെ ഭാര്യമാരാണ് ഓർഫായും റൂത്തും. നവോമി പറഞ്ഞു, എനിക്കിനി ഒരു മക്കളെ കിട്ടാൻ നിർബന്ധമില്ല, സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളിൽ പോകാം. ഓർഫ അമ്മയോട് യാത്ര പറഞ്ഞ്, അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. എന്നാൽ റൂത്താകട്ടെ, മൊവാബ്യ സ്ത്രീയായ റൂത്താകട്ടെ, ബെത്ലഹേംകാരിയായ ഈ നവോമിയോട് പറയുകയാണ്, നിൻ്റെ ദൈവമായിരിക്കും എൻ്റെ ദൈവം, നിൻ്റെ ജനമായിരിക്കും എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട് മൊവാബ്യ സ്ത്രീയായ റൂത്ത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്വീകരിക്കുന്നതും ഇസ്രായേൽ എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമൊക്കെയുള്ള രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുവഴിയായി റൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ വല്യമ്മയായിട്ട് മാറുന്നു. അതായത് റൂത്ത് ബോവാസും തമ്മിലുള്ള ബന്ധത്തിലൂടെ കടന്നു വരുന്ന ദാവീദ് രാജാവിനെയും ജസയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ദാവീദ് രാജാവിനെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ വംശാവലിയുടെ ബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റൂത്തിൻ്റെ പുസ്തകം പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റൂത്ത് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ സാമുവേലിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് മുമ്പായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം 1-2 സാമുവേലിൻ്റെ പുസ്തകങ്ങൾ സൂചിപ്പിക്കുന്നത് 2 രാജാക്കന്മാരെ കുറിച്ചാണ്. ശൗൽ എന്ന് പറയുന്ന രാജാവിനെയും അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെയും. അപ്പോൾ ഈ ദാവീദ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് റൂത്തിൻ്റെ കഥ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഉൾച്ചേർത്തിരിക്കുക. ഇത് ആമുഖമായിട്ട് വെച്ചുകൊണ്ട് തന്നെ
ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ അരക്ഷിതാവസ്ഥയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന 2 പ്രത്യേക പാപങ്ങളാണ്, പ്രത്യേകിച്ച് കൾട്ട് അബറേഷനും സിവിൽ വാറും. ഈ 2 പാപങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ശമൂവേലിൻ്റെ പുസ്തകത്തെ നമുക്ക് അപഗ്രഥിക്കാൻ സാധിക്കുക. ശമൂവേൽ എന്ന് പറയുന്നത് അവസാനത്തെ ന്യായാധിപനാണ്. ആ ന്യായാധിപൻ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലമെന്നുമൊക്കെ ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കടന്നു വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്, ന്യായാധിപന്മാരുടെ പുസ്തകം എവിടെയാണ് അവസാനിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുന്നത് ശമൂവേലിൻ്റെ 7-ാമത്തെ അധ്യായത്തിലാണ്. അദ്ദേഹം അവസാനത്തെ ന്യായാധിപനായ ശമൂവേൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അവസരത്തിൽ, ന്യായാധിപൻ്റെ ജോലി അവസാനിപ്പിക്കുന്ന അവസരത്തിലാണ് ന്യായാധിപൻ്റെ പുസ്തകം അവസാനിക്കുന്നത്. അതിനുശേഷമാണ് യുണൈറ്റഡ് മൊണാർക്കി അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മൊണാർക്കി എന്ന് പറയുന്ന രാജ്യത്വം എന്ന് പറയുന്ന ജീവിതാവസ്ഥ ഇസ്രായേലിലേക്ക് സംജാതമാകാൻ പോകുന്നത്. അപ്പം ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഘടന. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സാമൂവേലിൻ്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളുടെ ബൈബിളിൽ പ്രധാനമായിട്ടും മലയാളം ബൈബിളിലാണ്, ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സാമൂവേലിൻ്റെ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് 1 ശമൂവേൽ 2 ശമൂവേൽ. അതിനുശേഷം കടന്നു വരുന്നത് രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ. എന്നാൽ സപ്തജിന്ത് എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട, ഗ്രീക്ക് ഭാഷയുടെ വിവർത്തനം, ഹീബ്രു ഭാഷയുടെ വിവർത്തനം, ഗ്രീക്കിലേക്കുള്ള വിവർത്തനത്തിൻ്റെ പേരാണ് സപ്തജിന്ത്. ആ സപ്തജിന്ത് എന്ന് പറയുന്ന ബൈബിളിൽ സമൂവേലിൻ്റെ പുസ്തകം ഇല്ല. അതിന് പകരം 1 ശമൂവേലിന് പകരം 1 രാജാക്കന്മാർ, 2 ശമൂവേലിന് പകരം 2 രാജാക്കന്മാർ, 1 രാജാക്കന്മാർക്ക് പകരം 3 രാജാക്കന്മാർ, 2 രാജാക്കന്മാർക്ക് പകരം 4 രാജാക്കന്മാർ. ഇത് വളരെ രസകരമായിട്ട് തോന്നും. അപ്പോൾ ഈ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം മുതൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വരെ ഒറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം ഇത് രാജാക്കന്മാരെ കുറിക്കുന്ന പുസ്തകമാണ്. അത് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശവൂൾ എന്ന് പറയുന്ന ആദ്യത്തെ രാജാവ്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. അതിനുശേഷം ആരെക്കുറിച്ചാണ്? ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമനെക്കുറിച്ചും, പിന്നെ ജെറോബോവാമിനെക്കുറിച്ചും റഹോബോവാമിനെക്കുറിച്ചും, ഇസ്രായേലിൻ്റെ ഡൈനാസ്റ്റിയെക്കുറിച്ചും ജൂദയുടെ ഡൈനാസ്റ്റിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ഇസ്രായേലിൻ്റെ അധപ്പതനത്തെക്കുറിച്ചും ജൂദായുടെ അധപ്പതനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രാജാക്കന്മാരുടെ പുസ്തകം. അതുകൊണ്ട് 1 സമൂവേൽ മുതൽ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം മുതൽ 4 രാജാക്കന്മാരുടെ പുസ്തകം വരെ ഒരൊറ്റ പുസ്തകമായിട്ടാണ് വചനഭാഗത്തെ ക്രമീകരിച്ചിരിക്കുക. ആ രീതിയിൽ വേണം നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കിയെടുക്കാൻ. ഇനി ശമൂവേലിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നുണ്ട്, മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സാംസന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇവിടെ എഫ്രായിം നാട്ടിൽ റമാത്തായിൽ സൂഫ് വംശജനായ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എല്ലാ വർഷവും ശീലോഹിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടം ഇരിക്കുന്ന സ്ഥലത്ത് അവർ പോയി ധ്യാനിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, തിരുനാളുകൾക്കൊക്കെ പോയിരുന്നു. ഹന്നായാകട്ടെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു.
ആ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഇതാ ഒരു രക്ഷകനെ കർത്താവ് കൊടുക്കുന്നു. ആ രക്ഷകനാണ് യഥാർത്ഥത്തിൽ ശമൂവേൽ. നമ്മൾ ആദ്യം കണ്ടതുപോലെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കണ്ടതുപോലെ, കഷ്ടതകൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ജനം നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും നിലവിളികളിലൂടെയും കടന്നു വരുന്ന വ്യക്തി, ആ ജനത്തിനു വേണ്ടി കടന്നു വരുന്ന വ്യക്തിയാണ് രക്ഷകനായ ദൈവം. ആ രക്ഷകനെയാണ് ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അവതരിപ്പിച്ചിരിക്കുക. ശമൂവേലിൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നതോടൊപ്പം തന്നെ വലിയൊരു യുദ്ധത്തിൻ്റെ അനുഭവം കൂടി ഈ 1 സമൂഹലിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം മുതൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് യുദ്ധം? ആ യുദ്ധം ഫിലിസ്ത്യര് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ആക്രമണമൊന്നും കഴിഞ്ഞിട്ടില്ല. സാംസന്റെ പുസ്തകത്തിൽ സാംസൺ, ദാൻ ഗോത്രക്കാരനായ സാംസൺ ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴടക്കുന്നതുപോലെ ഇവിടെ വീണ്ടും ആ ഫിലിസ്ത്യ സൈന്യം ഇസ്രായേൽ ജനതയെ കീഴടക്കാൻ വേണ്ടിയിട്ട് രംഗപ്രവേശം ചെയ്യുന്ന രംഗമാണ് നമ്മൾ 2-ാമത്തെ അധ്യായം മുതൽ കാണുക. ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ ജനം മനസ്സിലാക്കുകയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് അവർ നോക്കിക്കാണുകയാണ് ഈ ഒരവസ്ഥയെ, ഫിലിസ്ത്യരുടെ ആക്രമണത്തെ. അവർ പറയുകയാണ്, ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തു പോയി. എങ്ങനെയാണ് അവർ പറയുന്നത്? മുഴുവൻ ജനത്തെ എടുക്കുന്നില്ല, മറിച്ച് അവിടെ ഒരു പുരോഹിത വംശത്തെ എടുക്കുകയാണ്. ഒരു പുരോഹിത വംശത്തെ എടുക്കുന്നു. ആ പുരോഹിതനാണ്, ശീലോഹിൽ ഉണ്ടായിരുന്ന പുരോഹിതൻ്റെ പേരാണ് ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. ഏലിക്ക് 2 മക്കളുണ്ടായിരുന്നു, പിനഹസും ഹോഫ്നിയും. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവർ തെമ്മാടികളായിരുന്നു എന്നാണ് പറയുന്നത്. സ്കൗണ്ട്രൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബെൽആൽ എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. പാപം ചെയ്യുന്നത് ആരാണ്? പുരോഹിതന്മാരാണ്. അവരുടെ പാപം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, വളരെ മനോഹരമായിട്ട് തന്നെ 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ പാപം ചെയ്യുന്നത് അധികം വേവ് ആകാത്ത ബലിപീഠത്തിൽ അർപ്പിച്ച ഇറച്ചിയൊക്കെ എടുത്ത് പുരോഹിതർ ഭക്ഷിച്ചിരുന്നു. അതൊന്നും അനുവദനീയമല്ലായിരുന്നു. ഭക്ഷണത്തിൻ്റെ ക്രമം, ലേവ്യരുടെ നിയമാവലിയിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. 2-ാമത് ശീലോഹൽ 2:22 പറയുന്നു, ഇപ്രകാരമാണ് പറയുന്നത്: ഏലി വൃദ്ധനായി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം കേട്ടു. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്നു. സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം അവർ ശയിച്ചിരുന്നു. കാരണം ഇതാണ്, ഈ 2 വലിയ തിന്മകളുടെ നടുവിലാണ് ഇസ്രായേൽ ജനം നിൽക്കുക. യഥാർത്ഥത്തിൽ എന്താണ് ഈ തിന്മ? നമുക്കറിയാം, ഒരു ജനതയെ മുഴുവനും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു തിന്മയാണ് ഇത് കടന്നു വരിക. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ ഇതിൻ്റെ രാജാക്കന്മാരുടെ അവസാന ഭാഗമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുന്നതാണ്. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജൂദാദേശം പോകുന്നതിനെയാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം അസീറിയക്കാരുടെ അടിമത്തത്തിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 2 അടിമത്തങ്ങളാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുക. ഇസ്രായേൽ 722 BC-യിൽ അസീറിയയ്ക്ക് അടിമകളായിട്ട് മാറുന്നതും 587 BC-യിൽ ജൂദാദേശം ബാബിലോണിന് അടിമകളായിട്ട് മാറുന്നു. ഈ 2 അടിമത്തത്തിൻ്റെയും കാരണം പാവപ്പെട്ട ജനമല്ല എന്ന് വ്യക്തമായി പ്രവാചക പുസ്തകങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോശേയയുടെ പുസ്തകത്തിലും ആമോസിൻ്റെ പുസ്തകത്തിലുമൊക്കെ പറയുന്നത് ഇപ്രകാരമാണ്: ജനമല്ല പാപത്തിന് കാരണമായിട്ട് മാറുന്നത്, മറിച്ച് രാജാക്കന്മാരും
പ്രവാചകന്മാരും പുരോഹിതന്മാരുമാണ് ഈ വലിയ പാപത്തിന് കാരണക്കാരായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുരോഹിതൻ്റെ പാപം ജനത്തിൻ്റെ പാപമായിട്ട് മാറുകയാണ്. ഒരു പുരോഹിതൻ തെറ്റ് ചെയ്താൽ ജനം തെറ്റ് ചെയ്തിരിക്കും. ജനം തെറ്റ് ചെയ്യുന്നു. പുരോഹിതൻ നന്മ ചെയ്താൽ ജനം നന്മ ചെയ്യും. ആസ് ദ പ്രീസ്റ്റ് സോ വിൽ ബി ദ പീപ്പിൾ. അതുകൊണ്ട് ഇവരുടെ പാപം അത്ര കഠിനമായതുകൊണ്ടാണ് ഇസ്രായേൽ ജനം, പുരോഹിതൻ്റെ പാപം അത്ര കഠിനമായതുകൊണ്ടാണ് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശം ഉപേക്ഷിച്ച് അസീറിയയിലേക്കും ബാബിലോണിലേക്കും പോകുന്നത്. ഈ ഒരു സംഭവത്തെ, എക്സൈലിനെ, പ്രവാസകാലത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഭാഗമാണ് 1 സാമുവേലിൻ്റെ പുസ്തകം 2 മുതലുള്ള 6 വരെയുള്ള അധ്യായങ്ങൾ. പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുക. കാരണം ഇസ്രായേലിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അസീറിയയിലേക്കും ബാബിലോണിലേക്കും ഒക്കെ പ്രവാസികളായിട്ട് പോകുന്നതിൻ്റെ കാരണവും പോകുന്ന ശൈലിയും, പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ കഥയാണെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ. എന്തൊക്കെയാണ് പ്രവാസകാലത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ? ഇസ്രായേലിനുണ്ടാകുന്ന നഷ്ടങ്ങൾ 4 പ്രധാനപ്പെട്ട നഷ്ടങ്ങളാണ്. പ്രവാസകാലം നഷ്ടങ്ങളുടെ കാലഘട്ടമാണ്. രാജാവിനെ നഷ്ടപ്പെടുത്തുന്നു, ടെമ്പിള്, ദേവാലയം നഷ്ടപ്പെടുന്നു, ടെമ്പിൾ ഇല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് നഷ്ടപ്പെടുന്നു, പ്രീസ്റ്റ്ഹുഡ് ഇല്ലെങ്കിൽ നേഷൻ നഷ്ടപ്പെടുന്നു, രാജ്യം നഷ്ടപ്പെടുന്നു, രാജാവ് നഷ്ടപ്പെടുന്നു, ദേവാലയം നഷ്ടപ്പെടുന്നു, പൗരോഹിത്യം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ദേശം നഷ്ടപ്പെടുന്നു. ഈ 4 നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പ്രവാസകാലത്തുണ്ടാകുന്നത്. ഇത് രാജാക്കന്മാരുടെ അവസാന പുസ്തകത്തിൻ്റെ സമാപനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും അതിശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഈ 4 കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നു ഇസ്രായേൽ പ്രവാസകാലത്തേക്ക് പോകുമ്പോൾ. ഇങ്ങനെയുള്ള റിയാലിറ്റിയെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. അതിപ്രകാരമാണ്. ആരാണ് പാപം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പുരോഹിതന്മാർ. പാവം ഏലി നല്ലൊരു മനുഷ്യനാണ്. ശമൂവേലിനെ ഏലിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഹന്ന കൊണ്ടുവന്നിട്ട് ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു രാജാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ സമാപനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ലെ മെഷിഹോ ലെ മൽക്കോ, അതായത് ടു ഹിസ് മിശിഹ, അവൻ്റെ മിശിഹായിക്ക്, അവൻ്റെ അഭിഷിക്തന്, അതുപോലെ തന്നെ അവൻ്റെ രാജാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ രാജാക്കന്മാരുടെ പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്നത് പോലും. ഇത് മറ്റൊരു വിധത്തിൽ, വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പാപം ചെയ്യുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്നത് പുരോഹിതരാണ്. പുരോഹിതനായ പിനഹസും ഹോഫ്നിയും പാപം ചെയ്തപ്പോൾ ഏലി വൃദ്ധനായി എന്നാണ് പറയുന്നത്. ഏലിയുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് മക്കളുടെ പാപം മൂലമാണെന്ന കാര്യം പ്രത്യേകം അനുസ്മരിക്കട്ടെ. ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ പാപത്തിന് കർത്താവ് ശിക്ഷ കൊടുക്കുകയാണ്. ദൈവം അവരെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ദൈവം അവരെ ഫിലിസ്ത്യർക്ക് വിട്ടുകൊടുത്തു. ഫിലിസ്ത്യർ വന്ന് ആക്രമിക്കുക. ഫിലിസ്ത്യരുടെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുമ്പോൾ എന്ത് വേണം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, യുദ്ധം ചെയ്യുമ്പോൾ എന്ത് വേണം? വാഗ്ദാന പേടകം വേണം. വാഗ്ദാന പേടകം ആര് വഹിക്കും? പുരോഹിതർ വഹിക്കും. പക്ഷേ ഈ പുരോഹിതരാരാ? പാപം മൂലം മലീമസമായിട്ടുള്ള പുരോഹിതര്. നോക്കിക്കേ, വിരോധാഭാസങ്ങൾ നോക്കിക്കേ. പുരോഹിതൻ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പാപം ചെയ്ത, ദൈവത്തിനെതിരെ നിയമം ലംഘിച്ച
ആ പാപം ചെയ്ത ഈ വ്യക്തികൾ ഫിനെഹസും ഹോഫ്നിയും അടങ്ങുന്ന പുരോഹിത സംഘം ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ക്രോധം ആളിക്കത്തുകയാണ്. ഫിലിസ്ത്യർ ഇസ്രായേൽ ജനത്തെ പിടിച്ചു, അവരുടെ ദേശത്തെ മുഴുവനെയും തീയിട്ട് നശിപ്പിച്ചു. ദേശം നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ആ ദേശത്തിലുള്ള എല്ലാ വിളവുകളും നശിപ്പിച്ചു. എല്ലാ വയലുകളിലും തീയിട്ട് നശിപ്പിച്ചു. കന്നുകാലികളെ കൊന്നു. ദേശം നഷ്ടപ്പെട്ടു. ആളുകളെ കൊന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, അവർക്ക് നഷ്ടപ്പെടുന്നത് മക്കളെ നഷ്ടപ്പെടുന്നു. ഫിനെഹസും ഹോഫ്നിയും മരിച്ചുപോയി, അവരെ കൊല്ലുന്നു. ഇത് ഒരാൾ വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ വന്ന് ഏലിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏലി എവിടെയാണ് ഇരിക്കുന്നത്? ദേവാലയത്തിനുള്ളിൽ ഇരിക്കുക. അദ്ദേഹം എവിടെ ഇരിക്കുന്നു? ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അതിന് പറയുന്ന പേര്, ഹെബ്രായ ഭാഷയിൽ പറയുന്ന പേര് കിസെ എന്നാണ്. അതിൻ്റെ അർത്ഥം ത്രോണോസ് എന്നാണ്. അപ്പോൾ ഏലി ആരുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്? ത്രോണോസിലിരിക്കുന്ന രാജാവിൻ്റെ പ്രതീകമാണ്. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഏലി ആരാണ്? ഒരു പുരോഹിതനാണ്. അതുകൊണ്ട് ഏലി എന്ന് പറയുന്ന വ്യക്തിയിൽ രണ്ട് കാര്യങ്ങൾ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം. രണ്ട്, അദ്ദേഹത്തിൻ്റെ രാജ്യത്വം. ഇങ്ങനെയുള്ള ഒരു ഏലിയുടെ മുമ്പിലേക്ക് ഒരു മെസ്സഞ്ചർ വന്ന് പറയുകയാണ്, യുദ്ധത്തിൽ നിന്ന് കടന്നു വന്ന മെസ്സഞ്ചർ വന്ന് പറയുകയാണ്, ദേ ഫിലിസ്ത്യര് നമ്മളെയൊക്കെ ആക്രമിച്ചു. ഏലി അനങ്ങിയില്ല. നമ്മുടെ വിളവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഒരു പ്രോബ്ലം ഇല്ല. ഏലി മക്കളെ നശിപ്പിച്ചു. ഒരു അനക്കവും ഇല്ല. വാഗ്ദാന പേടകം അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട മാത്രയിൽ തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്, അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വീണ് പേടലി ഒടിഞ്ഞ് മരിച്ചു. എന്താ സൂചിപ്പിക്കുക? മുമ്പ് സൂചിപ്പിച്ചതുപോലെ കിസ എന്ന് പറയുന്നത് ത്രോണോസാണ്, ആ രാജാവിൻ്റെ സിംഹാസനമാണ്. ഈ മനുഷ്യൻ ഏലി രാജ്യത്വത്തെ പ്രതിദാനം ചെയ്താണ്. രാജ്യത്വം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ, പ്രീസ്റ്റ്ഹുഡ് നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു. അതല്ലേ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടുള്ള വാഗ്ദാന പേടകം അവർ കൊണ്ടുപോയി, ദേവാലയം നഷ്ടപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ സിമ്പിളായിട്ടാണ് നിൽക്കുക? പ്രതീകമായിട്ടാണ് നിൽക്കുക. എക്സൈലിൻ്റെ, പ്രവാസകാലത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുക. ഈ പ്രവാസകാലത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന എന്ന ഒരു ഭാഗമാണ് 1 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 2 മുതലുള്ള 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുക. എന്നാൽ അടുത്ത രംഗം നോക്കിക്കേ, 5-ാമത്തെ 6-ാമത്തെ അധ്യായങ്ങൾ നോക്കിക്കേ, അവിടെ കാണുന്നത് മറ്റൊരു കാര്യമാണ്. ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഫിലിസ്ത്യർ അവരുടെ ദേശത്ത് കൊണ്ടുപോകുന്നു. വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഫിലിസ്ത്യർ അവരുടെ ദേശത്ത് കൊണ്ടുപോകുന്നു. അഷ്ദോദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡാഗൺ എന്ന് പറയുന്ന ദേവന്റെ മുമ്പിൽ, ഫിലിസ്ത്യ ദേവന്റെ മുമ്പിൽ ഇതുകൊണ്ട് വയ്ക്കുന്നു. നേരം വെളുത്ത് നോക്കിയപ്പോഴത്തേക്കും ഡാഗൺ കണ്ട് മറിഞ്ഞു കിടക്കും. എന്തിൻ്റെ സിംബോളിസമാണ്? ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം വിദേശത്തും അത്രമാത്രം ശക്തമാണ്. മറ്റു ദേവന്മാരെക്കാൾ ശക്തനാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് അറിയിക്കുകയാണ്. നീ ഇതുവഴിയായിട്ട് എന്തുണ്ടാകണം? ഇത് മനസ്സിലാക്കുന്ന ഫിലിസ്ത്യര് അവരുടെ മനസ്സുമാറ്റി ഏകദൈവത്തിലേക്ക് തിരിയാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്തു ഈ ഫിലിസ്ത്യര് പറഞ്ഞു, നമുക്ക് ആകപ്പാടെ ശകുനങ്ങളാണ് വന്നിരിക്കുന്നത്. ആകയാൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ വാഗ്ദാന പേടകത്തെ തിരികെ അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ, വാഗ്ദാന പേടകം ഇരിക്കേണ്ടത് എവിടെയാണ്? വാഗ്ദാന ദേശത്ത് തന്നെ ഇരിക്കണം. ആ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ തീരുമാനിച്ചത് ഒരു ചെറിയ കാളക്കുട്ടിയെ, പശുക്കുട്ടിയാണോ കാളക്കുട്ടിയാണോ എന്നറിയാത്ത ഏതായാലും ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. കാരണം ഈ കാളക്കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ലക്ഷ്യം തെറ്റും. ഈ കുഞ്ഞ് ലക്ഷ്യത്തിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് അവിടെ ഇതിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല എങ്കിൽ ഇല്ല. അങ്ങനെ ഒരു കാളക്കുട്ടിയുടെ മുകളിൽ ഈ വാഗ്ദാന പേടകത്തെ എടുത്തു വെച്ചിട്ട് ഈ വാഗ്ദാന പേടകത്തെ കൊണ്ടുപോവുക. കൊണ്ടുപോകുന്നത് കാണുമ്പോൾ, ഇത് വരുന്നത് കാണുമ്പോൾ
അവിടെയുള്ള ആളുകളെല്ലാം കൂടി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി അവരുടെ വയലുകൾ കൊയ്യുന്നതായ രംഗങ്ങളും കാണുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്ത് നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം, ജനത്തിൻ്റെ പാപം അതെങ്ങനെ ഉണ്ടാകുന്നത്? രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ചെയ്യുന്ന പാപങ്ങൾ ജനത്തിൻ്റെ പാപമായിട്ട് മാറുന്നു. അതുവഴിയായി ഇസ്രായേൽ ജനത്തിന് സ്വന്തം ദേശവും നഷ്ടപ്പെടുമ്പോൾ രാജ്യത്വം നഷ്ടപ്പെടുന്നു, പൗരോഹിത്യം നഷ്ടപ്പെടുന്നു, ദേവാലയം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ദേശം നഷ്ടപ്പെടുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രവാസകാലത്തിൽ ദൈവമായ കർത്താവ് അവിടെയും ആ പ്രവാസ ദേശത്ത് പോലും ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. പ്രവാസ ദേശത്ത് പോലും ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുക, ഞാൻ ശക്തനായ ദൈവമാണ് എന്ന് അറിയിക്കുകയും അതുവഴിയായി ദൈവമായ കർത്താവ് തിരിച്ചു വരുമ്പോൾ ജനമെല്ലാം തിരിച്ചു വരികയും അവിടെ ഒരു സന്തോഷമുണ്ടാവുകയും ചെയ്യും. അതാണ് പോസ്റ്റ് എക്സീലിക് പീരീഡ് അല്ലെങ്കിൽ പ്രവാസാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹലിൻ്റെ പുസ്തകത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ പ്രവാസത്തിൻ്റെ ഉള്ളിൽ പോകുന്ന അനുഭവമായിട്ടും പ്രവാസത്തിലുള്ള അനുഭവമായിട്ടും അനന്തര അനുഭവമായിട്ടുമൊക്കെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ ചിന്തകളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി ഈ വിജാതി ദേശത്ത് പോലും അത് പ്രസക്തമാണ്, അത് ശക്തമാണ്, അതിനെ തടയാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കേണ്ടത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ വിചിന്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒരു ഇൻക്ലൂഷൻ എന്ന് സാധാരണയായിട്ട് നമ്മുടെ വിശുദ്ധ പണ്ഡിതന്മാർ പറയും. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളെയും സമൂഹലിൻ്റെ പുസ്തകങ്ങളെ, അതായത് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ 4 രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെയും ഒരു സമന്വയമാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കാണുക. ഇസ്രായേലിൻ്റെ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വാഗ്ദാന ദേശത്ത് നിന്ന് വെളിയിലാകുന്ന സാഹചര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ തിരികെ വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽ ജനം തിരികെ വാഗ്ദാന ദേശത്തേക്ക് കയറുന്നതിനും അവർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക. ഇതിൻ്റെ സമാപനത്തിൽ ശമൂവേൽ ന്യായാധിപൻ്റെ റോള് അവതരിപ്പിക്കുകയാണ്. എന്താണ് ന്യായാധിപൻ്റെ റോള്? 7-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുക. ഇവിടെ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ആരാണ്? ഏറ്റവും വലിയ പ്രീസ്റ്റാണ്. ആ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ദൈവമായ കർത്താവാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് 7-ാമത്തെ അധ്യായത്തിൻ്റെ വ്യാഖ്യാനത്തിന് മുൻപായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഏലിയുടെ പതനത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് കേട്ട് മനസ്സിലാക്കി. ഏലി എന്ന് പറയുന്ന പുരോഹിതൻ മരിച്ചു. ആ പുരോഹിതന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ശമൂവേലിൻ്റെ വിളിയെക്കുറിച്ചും ശമൂവേലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ശമൂവേലിനെ 3 പ്രാവശ്യം വിളിക്കുന്നു. ആരോ വിളിക്കുന്നു. ശമൂവേലും ചോദിക്കുകയാണ്, ഏലി അങ്ങ് എന്നെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. 2-ാമത്തെ പ്രാവശ്യം ചോദിച്ചു, ഏലി അങ്ങ് എന്നെ വിളിച്ചോ? ഇല്ല. ഏലി പറഞ്ഞു കൊടുത്തു, ഇനി വിളിക്കുകയാണെങ്കിൽ പറയണം, കർത്താവേ നിൻ്റെ ദാസൻ ഇതാ കേൾക്കുന്നു. ഉടനെ ശമൂവേലിനെ വിളിച്ചു, കർത്താവ് വിളിച്ചു. അതിലൂടെ കർത്താവിനോട് ഉത്തരം പറഞ്ഞു, കർത്താവെ അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ശമൂവേലിന് കൊടുക്കുന്ന അരുളപ്പാട് ഇതാണ്, ഇതാ ഏലിയുടെ പൗരോഹിത്യം ഞാൻ എടുത്തു കളയാൻ പോകുന്നു. ഏലിയുടെ പൗരോഹിത്യം ഞാൻ എടുത്തു കളയാൻ പോകുന്നു. പകരം ആ സ്ഥാനത്ത് എൻ്റെ ഹൃദയത്തിന് ചേരുന്ന വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ അവരോധിക്കും. ഏലിയുടെ പൗരോഹിത്യം എടുത്ത് കളയാൻ പോകുന്നു. കാരണം പാപം ചെയ്ത ഒരു തലമുറയെ ഇനി പുരോഹിതരായിട്ട് വെക്കാൻ പാടില്ല. അതിനു പകരമായി ഇതാ
ഏലിയുടെ പൗരോഹിത്യത്തിന് പകരമായി എൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന ഒരു പുരോഹിതനെ, വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ ഇതാ നൽകാൻ പോകുന്നു. ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശമൂവേൽ എന്ന് പറയുന്ന ആ പ്രവാചകനെയാണ്, അല്ലെങ്കിൽ ആ പുരോഹിതനാണ്. യങ് ശമൂവേൽ, നയാർ ശമൂവേൽ എന്നാണ് വിശേഷിപ്പിക്കുക ഹെബ്രായ ഭാഷയിൽ. യങ് ശമൂവേൽ, അതായത് ബാലനായ ശമൂവേൽ കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ ശമൂവേലാണ് അടുത്തു വരുന്ന ഒരു പുരോഹിതനായിട്ട് മനസ്സിലാക്കപ്പെടുന്നതെങ്കിൽ, ഈ ഒരു വലിയൊരു ശാപമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരുളപ്പാടെന്ന് പറയുന്നത്, ഏലിക്കുണ്ടാകുന്ന ശാപമെന്ന് പറയുന്നത് ഏലിയുടെ ഗോത്രത്തെ മുഴുവനെയും ഇല്ലായ്മ ചെയ്ത് പുതിയൊരു ലേവി ഗോത്രം, പുരോഹിത വംശം, സാദോക്ക് എന്ന് പറയുന്ന പുരോഹിത വംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം നമുക്ക് നൽകുക. എന്നൂടെ പറയാം, ഏലിക്ക് കൊടുക്കുന്ന ഈ ശാപത്തിലൂടെ, അല്ലെങ്കിൽ ശമൂവേലിന് കൊടുക്കുന്ന ഈ അരുളപ്പാടിലൂടെ പാപം കൊണ്ട് മലീമസമായ ഏലിയുടെ പൗരോഹിത്യത്തെ, ശീലോഹിലുള്ള പൗരോഹിത്യത്തെ മാറ്റി അതിനു പകരമായി സാദോക്ക് എന്ന് പറയുന്ന പുരോഹിത വംശത്തെ ജെറുസലേം ദേവാലയത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിയമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ നോക്കിക്കോണം, ഇതിവിടെ ഒന്നും ഈ പെട്ടെന്നുള്ള പുസ്തകങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ശമൂവേലിൻ്റെ പുസ്തകം മുന്നോട്ട് പോകുന്നതനുസരിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ എത്തുന്നത് വരെ ഈ ഒരു ശാപത്തിൻ്റെ കണികൾ അവിടെ കാണുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു വെളിപാടിൻ്റെ കണികൾ കാണുകയാണ്. എങ്ങനെയാണിത് മനസ്സിലാക്കുക? ഏലിയുടെ പൗരോഹിത്യം ശീലോഹിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോഫ്നിക്ക് പുതിയ ഒരു മകൻ ജനിച്ചു. അവന് കൊടുത്തിരുന്ന പേര് 4-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഏക്കവോദ്. അതായത് എവിടെയാണ് ഗ്ലോറി? ദൈവത്തിൻ്റെ ഗ്ലോറി എവിടെയാണ്? ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ട ഒരു പ്രീസ്റ്റ്ഹുഡായിട്ട് ഈ പ്രീസ്റ്റ്ഹുഡ് വളർന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നതും, ആ ദാവീദ് രാജാവിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ തന്നെ രാജാവായ സാവൂൾ രാജാവ് ദാവീദിൻ്റെ പിന്നാലെ പായുന്ന രംഗവും നമ്മൾ കാണുന്നത്. ദാവീദ് ഓരോ സ്ഥലങ്ങളിലും ഒളിച്ചോടി പോവുക സാവൂളിനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഒരിക്കൽ സാമൂലിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവ് അബിമേലെക്ക് പുരോഹിതനായിരിക്കുന്ന ആ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു സാങ്ച്വറിയിലേക്ക് പ്രവേശിച്ചു. പുതിയ നിമിത്തം നമ്മൾ വായിക്കാറുണ്ടല്ലോ, ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ശാപത്തിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അബിയാത്തർ പുരോഹിതനായിരിക്കെ ദാവീദും അനുചരന്മാരും ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് കാഴ്ചയപ്പം ഭക്ഷിച്ചു. പുരോഹിതന്മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഈശോ തന്നെ പറയുന്നുണ്ട്. ആ സംഭവം നടക്കുന്നത് ഇവിടെയാണ്, നോബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്. അവിടുത്തെ ഒരു സാങ്ച്വറിയിൽ ഈ ദാവീദ് രാജാവ് കയറിയിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സാവൂൾ ദാവീദിനെ അന്വേഷിച്ചു വന്നു. ദാവീദിനെ ഇവിടുന്ന് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് സാവൂൾ എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാ പുരോഹിതന്മാരെയും വാളിനിരയാക്കി. നോക്കിക്കോണം, ഇവിടെ നടന്ന സംഭവത്തിൻ്റെ ഏലിക്ക് കൊടുത്ത ശാപത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. അവിടെയുള്ള ഏലിയുടെ ഗോത്രത്തിൽപ്പെട്ട എല്ലാ പുരോഹിതന്മാരെയും നാമാവശേഷമാക്കി. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു. അയാളുടെ പേരാണ് അബിയാത്തർ. അദ്ദേഹം പിന്നീട് ദാവീദ് രാജാവിൻ്റെ കൂടെ ചേർന്ന് ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ സംരക്ഷകനായിട്ട് നിന്നു. ദാവീദ് രാജാവ് മരിച്ചതിന് ശേഷം സോളമൻ രാജാവ് രംഗപ്രവേശം ചെയ്തപ്പോൾ അബിയാത്രെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം, അബിയാത്രെ വിളിച്ചിട്ട് പറഞ്ഞു, അബിയാത്ര ഇങ്ങ് വന്നേ, നന്നായിരിക്കുന്നു നിൻ്റെ സേവനം, ഇനി ഈ ദേവാലയത്തിൽ സേവിക്കേണ്ട, വാഗ്ദാന പീഠത്തിന് മുമ്പിൽ സേവനം വേണ്ട, ദേവാലയത്തിന് മുമ്പിൽ സേവനം വേണ്ട, മറിച്ച് അനത്തോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ പോയി ജോലി ചെയ്തുകൊള്ളുക. അങ്ങനെ അബിയാത്ര എന്ന് പറയുന്ന പുരോഹിതൻ്റെ സ്ഥാനത്ത് സോളമൻ രാജാവ് സാദോക്ക് എന്ന് പറയുന്ന പുരോഹിത വംശത്തെ
സ്ഥാപിച്ചതിൻ്റെ അടയാളമാണ്, ആരംഭമാണ് 1 സാമുവേലിൻ്റെ പുസ്തകം 2 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ആ ഏലിക്ക് കൊടുക്കുന്ന ശാപവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ സാമുവേലിന് കൊടുക്കുന്ന അരുളപ്പാടും ഏലിയുടെ വംശത്തെ നശിപ്പിച്ച് എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ അതുപോലെ തന്നെ വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ നൽകും. അത് സാമുവേലിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ റിമോട്ട് ഫുൾഫിൽമെൻറ്റ് സാദോക്ക് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്ന രംഗം. അപ്പോൾ നോക്കിക്കേ, ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഭാവിയിൽ കടന്നു വരാൻ പറ്റുന്ന ഇടയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിൻ്റെ ഒരു നാന്ദിയായിട്ട്, ഒരു ആരംഭമായിട്ട് നൽകിക്കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സമാപനത്തിലാണ് നമ്മൾ കാണുന്ന 7-ാമത്തെ അധ്യായം കടന്നു വരിക. അവിടെ സാമുവേൽ എന്ന് പറയുന്ന ന്യായാധിപൻ തൻ്റെ ന്യായാധിപൻ്റെ റോൾ അവതരിപ്പിക്കുകയാണ്. എന്താണ് ന്യായാധിപൻ പറയുന്നത്? ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, 3-ാമത്തെ വാക്യം പറയുകയാണ്, സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസർത്ത ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. കണ്ടോ, ഇസ്രായേൽക്കാരോട് പറയുകയാണ്, ഞാനല്ല നിങ്ങളെ ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ആ ദൈവമായ കർത്താവിൻ്റെ ശക്തിയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. അതിനാൽ ആ ദൈവത്തെ മാത്രമേ അനുസരിക്കാവുള്ളൂ. എന്നാൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽക്കാർ ബാലിനെ അക്ഷേരാദേവതനെ ബഹിഷ്കരിച്ചു, കർത്താവിനെ മാത്രം ആരാധിച്ചു. അങ്ങനെ അവർ വാഴിച്ചു. മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിനെ സന്നിധി പകർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫിലിസ്ത്യർ ആക്രമിച്ചു. ആ ഫിലിസ്ത്യരുടെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിച്ചത് ആരാണ്? ഈ സാമുവേലാണ്. അങ്ങനെയാണ് സാമുവേൽ ഒരു ന്യായാധിപനായിട്ട് നിന്നുകൊണ്ട്, രക്ഷകനായിട്ട് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ജനത്തെ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വലിയ ശക്തികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തുന്നത്. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ സമാപിക്കുന്നതാണ്. ന്യായാധിപൻ എന്നുള്ള അല്ലെങ്കിൽ രക്ഷകൻ എന്നുള്ള ആ ടൈറ്റിലാണ് ന്യായാധിപന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അവർ ന്യായാധിപന്മാരുടെ പ്രത്യേകത രക്ഷകരാണ്, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകരാണ്. ഇതിൻ്റെ പൂർണ്ണത യഥാർത്ഥത്തിൽ ജഡ്ജായിട്ട് വരുന്നത്, ന്യായാധിപനായിട്ട് വരുന്നത് ആരാണ്? മിശിഹായാണ് ന്യായാധിപനായിട്ട് വരിക. അവിടെയാണ്, ആ മിശിഹായിലാണ് എല്ലാറ്റിൻ്റെയും രക്ഷയുടെ പൂർത്തീകരണം നടക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും വേറൊരു നാമവും, രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മിശിഹായുടെ നാമം മാത്രമാണ്. ഈശോ രാജാവായിട്ട് വരുമ്പോൾ, വിദ്യാളനായിട്ട് വരുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. ഇതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ കാണുന്ന രക്ഷകനെക്കുറിച്ചുള്ള അനുഭവം, അതായത് ന്യായാധിപന്മാരുടെ അനുഭവങ്ങൾ മുഴുവനും അതിൻ്റെ പരിസമാപ്തിയിലെ കൾമിനേഷനിൽ എത്തി നിൽക്കുന്നത് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് എന്ന് ഈ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള അടുത്ത് വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു രാജ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് നമ്മൾ കാണുന്നത്. അത് അടുത്ത സെഗ്മെൻറ്റിലേക്ക്, 8-ാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് രാജ്യത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് രാജ്യത്വം? രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആരാണ് രാജാവ്? എങ്ങനെയാണ് രാജാവായിരിക്കേണ്ടത്? ശൗൽ എന്തുകൊണ്ടാണ് രാജ്യത്വം നഷ്ടപ്പെട്ടു പോയത്? ദാവീദിനെങ്ങനെയാണ് രാജ്യത്വം വീണ്ടും കിട്ടുന്നത്? ഇതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള എപ്പിസോഡുകളിലൂടെ കടന്നു വരിക. ഏകദേശം 7 എപ്പിസോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വരുന്നത് രാജ്യത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതുവരെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ വചനഭാഗങ്ങൾ മുഴുവൻ വായിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഉള്ള അവസരങ്ങൾ ഒരിക്കലും മുടക്കരുത്. കേൾക്കുന്ന ഭാഗങ്ങൾ ധ്യാനപൂർവ്വം ശ്രദ്ധിക്കുക, വായിക്കുക, പഠിക്കുക, വളരുക. ദൈവം അനുഗ്രഹിക്കട്ടെ.